ഓഫ് ക്യാമ്പസ് അക്കാഡമി 9th സ്റ്റാൻഡേർഡ് ജോഗ്രഫി സെക്കൻഡ് ചാപ്റ്റർ ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ വിശാല സമതല ഭൂവിൽ എന്ന പാഠഭാഗത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ പാഠഭാഗത്തിൽ ഏറ്റവും ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡോ ഗാർജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിനെ കുറിച്ചാണ്, അഥവാ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വടക്ക് കിഴക്കൻ ഏരിയാസ് കാണിക്കുന്ന നോർത്ത് മൗണ്ടെയ്ൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നോർത്തേൺ മൗണ്ടെയ്ൻസിനെ കുറിച്ചാണ്, ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡോ ഗാർജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ അഥവാ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അഥവാ ഉത്തരേന്ത്യൻ സമതലത്തെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ മാപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ യെല്ലോ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഭാഗം, നമ്മളതിൽ ഏറ്റവും വടക്ക് കിഴക്കായി കാണുന്ന ലൈൻസ് കൊടുത്തിരിക്കുന്ന ഏരിയാസ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഈ യെല്ലോ ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന ഈ മുഴുവൻ ഭാഗവും ഉൾപ്പെടുന്നതാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തെക്കുറിച്ചാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഡോ ഗാർജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ, എ വാസ്റ്റ് ഫിസിക്കൽ ഡിവിഷൻ ദാറ്റ് ലൈസ് ടു ദ സൗത്ത് ഓഫ് ദ നോർത്തേൺ മൗണ്ടെയ്ൻസ് and the north of the Peninsular Plateau. It is an extensive alluvial plain known by the name Indo-Gangetic Brahmaputra Plain. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തെക്കുറിച്ചാണ് നമുക്കിവിടെ ഏറ്റവും ആദ്യമായിട്ട് പരിശോധിക്കാനുള്ളത്. ഉത്തര പർവ്വത മേഖലയുടെ തെക്കു ഭാഗത്തായിട്ടും, ഇപ്പോൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഉത്തരപർവ്വത മേഖലയിൽ കാണിക്കുന്നുണ്ട് ഫിഗർ 2.1. ആ ഉത്തരപർവ്വത മേഖലയുടെ തെക്കു ഭാഗം, താഴോട്ടുള്ള ഭാഗം ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായി സ്ഥിതി ചെയ്യുന്നു. നമുക്കിനി പഠിക്കാനുള്ളൊരു ഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി, മാപ്പിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ വടക്കായി സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. അതിവിശാലമായിട്ടുള്ള എക്കൽ സമതലമാണ്, എന്നുവെച്ചാൽ എക്കൽ മണ്ണ് നിറഞ്ഞുണ്ടായ സമതലമാണ് ഈ ഒരു ഏരിയാസ്. ഇത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ തെക്കു ഭാഗത്താണ്, ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്താണ്. വിസ്തൃതമായ ഒരു ഭൂപ്രകൃതി വിഭാഗമാണിത്. ഈ വിസ്തൃതമായ ഭൂപ്രകൃതി വിഭാഗം ഉണ്ടായത് എക്കൽ മണ്ണ് നിറഞ്ഞിട്ടാണ്. എങ്കിൽ ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് ഒഴുകി വന്നിട്ടുള്ള നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങളാണ് ഈ എക്കൽ മണ്ണ്. ഈ അവസാദങ്ങൾ അടിച്ചിട്ടാണ് ഈ പ്രദേശം ഉണ്ടായത്. ഇത് എന്ത് പേര് അറിയപ്പെടുന്നു? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നാണ് അറിയപ്പെടുന്നത്. എ വാസ്റ്റ് ഫിസിക്കൽ ഡിവിഷൻസ് ദാറ്റ് ലൈസ് ടു ദ സൗത്ത് ഓഫ് ദ നോർത്തേൺ മൗണ്ടെയ്ൻസ് and to the north of the Peninsular Plateau. It is an extensive alluvial plain known by the name Indo-Gangetic Brahmaputra Plain. Alluvium. Alluvium refers to debris including silt, sand, gravel, etc. brought by rivers. Alluvium refers to debris including silt, sand, gravel, etc. brought by rivers. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഉത്തര മഹാസമുദ്രം ഉണ്ടായിരിക്കുന്നത് എന്ത് നിറഞ്ഞാണ്? എക്കൽ സമതലം അല്ലേ, എക്കൽ മണ്ണ് നിറഞ്ഞാണ്. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളി അല്ലേ, സിൽറ്റ് അല്ലേ, സാൻഡ് മണൽ, ഗ്രാവൽ ചരൽ എന്നിവ ഉൾപ്പെടെയുള്ള ശിലാവശിഷ്ടങ്ങളാണ് എക്കൽ മണ്ണ് അല്ലേ, എക്കൽ എന്നറിയപ്പെടുന്നത്. എക്കൽ മണ്ണ് ഇത്തരത്തിലുള്ള ചെളി, മണൽ, ചരൽ അല്ലേ, ഇതൊക്കെ അടിഞ്ഞുണ്ടായിട്ടുള്ള ഭൂപ്രദേശമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അഥവാ ഇൻഡോ ഗാർജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. What is geomorphic agents? Various landform are created by the continuous process carried by the external agencies like running water, wind, glaciers, sea waves, etc. Hence, these agencies are often called geomorphic agents. എന്താണ് ഭൂരൂപ രൂപീകരണ സഹായികൾ എന്നാണ് പറയുന്നത്? അവയ്ക്കുള്ള ഉദാഹരണങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ബാഹ്യശക്തികളെയാണ് ഭൂരൂപ രൂപീകരണ സഹായികൾ എന്ന് പറയുക. അപ്പോൾ ഭൂമിയിൽ വിവിധ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങളുണ്ട്. വിശാല സമതല പ്രദേശങ്ങളുണ്ട്, അതുപോലെ തന്നെ ബീച്ച് ഏരിയാസ് ഉണ്ട്, പീഠഭൂമികളുണ്ട് പർവ്വതങ്ങളുണ്ട്, താഴ്വരകളുണ്ട്, ഡോണുകളുണ്ട്. അങ്ങനെ പല പല ഭൂമിയിൽ തന്നെ വ്യത്യസ്തമായ ബർക്കൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൂൺശിലകൾ, മരുഭൂമിയിൽ കാണപ്പെടുന്ന കൂൺശിലകൾ, ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള ഭൂമിയിൽ കാണപ്പെടുന്ന വ്യത്യസ്തമായ ഭൂരൂപങ്ങളുണ്ട്. ആ ഭൂരൂപങ്ങളൊക്കെ എന്തെങ്ങനെയാണ് ഭൂരൂപ രൂപീകരണം, അതെങ്ങനെ രൂപീകരിക്കപ്പെട്ടു, അതിൻ്റെ സഹായികൾ എന്തൊക്കെയാണെന്ന് അവിടെ ചോദിക്കുന്നത്. എന്താണ് ഭൂരൂപ രൂപീകരണ സഹായി എന്ന് ചോദിക്കുന്നു. അതിൻ്റെ ഉദാഹരണം പറയുന്നു. വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ബാഹ്യശക്തികളെയാണ് ഭൂരൂപ രൂപീകരണ സഹായികൾ എന്ന് പറയാം.
ഭൂമിയിൽ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങളുണ്ട് അല്ലേ, ഭൗമോപരിതലത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെ ഉണ്ടാകാൻ സഹായിക്കുന്ന ബാഹ്യശക്തികൾ എന്ത് പറയും? ഭൂരൂപ രൂപീകരണ സഹായികൾ എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് ഒഴുകുന്ന ജലം, കാറ്റ്, ഹിമാനികൾ, തിരമാലകളൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. Various landforms are created by the continuous process carries out by the external agencies like running water, wind, glaciers, sea waves, etc. Hence, these agencies are often called geomorphic agents. ജിയോമോർഫിക് ഏജൻസ് ഏതൊക്കെയാണെന്നുള്ള അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താണ്? റണ്ണിങ് വാട്ടർ, റിവർ, സീ വേവ്സ്, തിരമാല, ദെൻ ഗ്ലാസിയേഴ്സ്, ഹിമാനികൾ, വിൻഡ്, കാറ്റ്, ഇതൊക്കെയാണ് എന്താണ് ജിയോമോർഫിക് ഏജൻസ് എന്ന പേരിൽ നമുക്ക് ഭൗമോപരിതലത്തിൽ അനുഭവപ്പെടുന്ന ശക്തികൾ, ബാഹ്യശക്തികൾ. നെക്സ്റ്റ് ടോപ്പിക്, ജിയോമോർഫിക് പ്രോസസ്സസ്. The processes that help in the formation of landform are called geomorphic processes. എന്താണ് ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ എന്നാണ് ഇവിടെ പറയുന്നത്. ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകളാണ് ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ. ഭൂരൂപങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്ന പ്രക്രിയകൾക്ക് എന്ത് പറയും? ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ. ദ പ്രോസസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ലാൻഡ് ഫോംസ് ആർ കോൾഡ് ജിയോമോർഫിക് പ്രോസസ്. ഇതിലൊരു ചോദ്യം വരെ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ജിയോമോർഫിക് ഏജൻസ് ആൻഡ് ജിയോമോർഫിക് പ്രോസസ്സസ് എന്ന് ചോദിക്കാറുണ്ട്. എന്താണല്ല ജിയോമോർഫിക് ഭൂരൂപ രൂപീകരണ പ്രക്രിയ എന്താണെന്നും ഭൂരൂപ രൂപീകരണ സഹായികളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ചോദ്യം വരാറുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്, ഇറോഷൻ. ദ ട്രാൻസ്ഫർ ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ഫോംഡ് ബൈ physical, chemical or biological weathering processes from the one place to the another by external agencies such as running water, wind, glaciers, sea waves, etc. is called erosion. അപക്ഷയത്തിലൂടെ ശിലകൾ പൊടിഞ്ഞ് രൂപപ്പെട്ട ശിലാവസ്തുക്കളെ ഭൂരൂപ രൂപീകരണ സഹായികൾ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അപരദനം. അപ്പോൾ അപക്ഷയത്തിലൂടെ ശിലകൾ എന്ത് ചെയ്യും? പൊടിഞ്ഞു പോകും. കുറേ കാലങ്ങളോളം എന്താണ് ശിലകളിലൊക്കെ എന്താണ് വെയിലും മഞ്ഞും മഴയും ഒക്കെ പെയ്ത് കഴിഞ്ഞാൽ അപക്ഷയം സംഭവിക്കും, പൊട്ടിപ്പൊളിഞ്ഞു പോകും. അപക്ഷയം പൊട്ടിപ്പൊളിഞ്ഞു പോകും. ആ പൊടിഞ്ഞു രൂപപ്പെട്ട ശിലാവസ്തുക്കളെ അല്ലേ, ചെറിയ കല്ലുകളെ അല്ലെങ്കിൽ മണലിനെ അല്ലെങ്കിൽ ശിലാരൂപങ്ങളെ, ഈ രൂപങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ ഭൂരൂപ രൂപീകരണ സഹായികൾ ഒരിടത്തും എന്ത് ചെയ്യും? മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകും. അത് ഒഴുകുന്ന ജലമായിരിക്കാം, ഹിമാനിയായിരിക്കാം, കാറ്റായിരിക്കാം, തിരമാലകളായിരിക്കാം. ഇത്തരത്തിലുള്ള ഏജൻസ് എന്ത് ചെയ്യും? ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകും. അതിനെ നമ്മൾ പറയാം ഇറഷൻ, അപരദനം എന്നാണ് ഇതിൻ്റെ മലയാളം അല്ലേ. ഇറഷൻ അപരദനം. ദ ട്രാൻസ്ഫർ ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ഫോംഡ് ബൈ ദ ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ വെതറിംഗ് processes from one place to another by external agencies such as running water, wind, glacier, sea waves, etc. is called erosion. അപ്പോൾ ഇറോഷന് കാരണമാകുന്ന എന്താണ് ഏജൻസും ഇത് തന്നെയാണ്. കാറ്റും അതുപോലെ തന്നെ എന്താണ് ഒഴുകുന്ന ജലവും ഹിമാനികളും തിരമാലകളൊക്കെ തന്നെയാണ്. നെക്സ്റ്റ് ടോപ്പിക്, ഡിപ്പോസിഷൻ. The materials will be deposited in low-lying regions and this process is called deposition. അപക്ഷയത്തിലൂടെ രൂപപ്പെടുന്ന ശിലാവസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങൾ നിക്ഷേപിക്കപ്പെടുന്ന പ്രക്രിയയാണ് നിക്ഷേപണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അല്ലേ, അപക്ഷയം സംഭവിച്ച നേരത്തെ അപരദന വിധേയമായ വസ്തുക്കളുണ്ടല്ലോ, അപക്ഷയത്തിലൂടെ രൂപപ്പെട്ട ശിലാവസ്തുക്കൾ, പൊട്ടിപ്പൊളിഞ്ഞ ശിലാവശിഷ്ടങ്ങൾ, കല്ല്, മണൽ അല്ലേ, ചരൽ, ഈ ശിലാവശിഷ്ടങ്ങൾ എന്താണ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകി വരും അല്ലേ. താഴ്ന്ന പ്രദേശങ്ങൾക്ക് ഒഴുകി വരുന്ന ഒരു ഫിഗർ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട് ഇറോഷൻ. അപ്പോൾ അതിൽ എന്താണ് അത് ഒഴുകി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ് അത് താഴ്വാരങ്ങളിൽ നിക്ഷേപിക്കപ്പെടും. അപ്പോൾ അങ്ങനെ നിക്ഷേപിക്കപ്പെടുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ എന്താ പറയും? നിക്ഷേപം എന്ന് പറയും. ദ മെറ്റീരിയൽസ് വിൽ ബി ഡെപ്പോസിറ്റ് ഇൻ ലോ ലൈങ് റീജിയൻസ് ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡിപ്പോസിഷൻ. അപ്പോൾ അതിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 29 2.2 എന്ന ഫിഗർ 2.2 എന്ന ചിത്രത്തിൽ ഈ ഒരു ഇറോഷനും ഡിപ്പോസിറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നുണ്ട്, ചിത്രം കൊടുത്തിരിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. അതിൽ റെയിൻ ഡ്രോപ്സ്, മഴത്തുള്ളികൾ, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഡിറ്റാച്ച്ഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ അതിൽ നിന്നാണ് എന്താ സംഭവിക്കുന്നത്? അവിടെ ഇളകിയ വസ്തുക്കളെ അവിടെ നീക്കിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. താഴോട്ട് നീക്കിക്കൊണ്ടു പോകുന്ന ഒരു പ്രോസസ്സ് അവിടെ കാണുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് അതിൻ്റെ എൻഡിൽ ഡിപ്പോസിഷൻ നടക്കുന്നത്. ഡിപ്പോസിഷൻ ഓഫ് ദ ഡിറ്റാച്ച്ഡ് പാർട്ടിക്കിൾസ് ഇൻ ദ ലോ ലൈങ് റീജിയൻസ്. എന്താണ്
താഴ്ന്ന പ്രദേശങ്ങളിൽ എന്താണ് ഈ ഒരു ഇളകിയ വസ്തുക്കളെ നീക്കിക്കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, നിക്ഷേപിക്കപ്പെടുന്നു. അവിടെ എന്ത് ചെയ്യുന്നു അല്ലേ, അവിടെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫിഗർ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇറോഷനും ഡിപ്പോസിറ്റും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതിൽ മറ്റൊരു ഫിഗർ സെയിം പേജ് ശ്രദ്ധിക്കുക, 29, പേജ് നമ്പർ 29 ഫിഗർ. ദ പ്ലേസ് ഓഫ് ഒറിജിൻ, ട്രൈബ്യൂട്ടറീസ്, റിവർ മൗത്ത്. അപ്പർ കോഴ്സ്, മിഡിൽ കോഴ്സ്, ലോവർ കോഴ്സ് എന്നിങ്ങനെ 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. ദ പ്ലേസ് ഓഫ് ദ ഒറിജിൻ ഓഫ് ദ റിവർ ഈസ് കോൾഡ് ഇറ്റ്സ് സോഴ്സ്, and the place which it is discharged into the sea or another body of water is referred to as a river mouth. നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തെ എന്ത് പറയുന്നു നമ്മൾ ഇവിടെ? പ്രഭവസ്ഥാനം. ഉത്ഭവസ്ഥാനത്ത് നോക്കിയാൽ കാണാൻ പറ്റും, ഉത്ഭവസ്ഥാനം, പ്രഭവസ്ഥാനം. അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടത്തെ നമ്മളെന്ത് പറയും? നദീമുഖമെന്നുമാണ് പറയുക. ഈ ഫിഗറൊക്കെ നോക്കി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. Rivulets originating from high altitude from rills join together to form streams. River develop through the merging of numerous such streams. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ ചെറുചാലുകളായി ഒഴുകിച്ചേർന്ന് അരുവികളായും പല അരുവികളിൽ ചേർന്ന് നദിയായിട്ടും വികാസം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. Rivers originating from high altitude transport sediments down the stream and deposit them in low-lying areas. Over time, the deposition of sediments by rivers creates numerous deposition landforms, including expansive alluvial plains. അപ്പോൾ ഇവിടെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങൾ നിക്ഷേപിച്ച് കാലക്രമേണ അതിവിശാലമായ എക്കൽ സമുദ്രങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു എക്കൽ സമതല ഭൂരൂപ രൂപീകരണമാണ് ഇൻഡോ ഗാർജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ അഥവാ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന പേരിൽ നമ്മൾ പഠിക്കുന്നത്. The fertile Indo-Gangetic Brahmaputra plain was also formed in same way by the deposition of sediments carried by rivers. The sediments were deposited in the vast depression at the south of the Himalayas, which was formed as result of the formation of the Himalayas. The sediments transported by rivers originating from both the Himalayas and peninsular India were deposited in this expansive depression, which led to the formation of the plain. The continuous depositional processes over millions of years have contributed to the evolution of this fertile plain. This average depth of the alluvial deposits in this plain ranges from 1000 meters to 2000 meters. Observe the graphical representation depicting the formation of the Indo-Gangetic Brahmaputra plain. ഇത്തരത്തിൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇത്തരത്തിൽ ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഫലപുഷ്ടമായിട്ടുള്ള സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്, ഇൻഡോ ഗാർജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ ഉണ്ടായിരിക്കുന്നത്. ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടുണ്ടായതാണ് ഫലപുഷ്ടമായിരിക്കുന്ന ഈ ഒരു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഹിമാലയ രൂപീകരണ ഫലമായിട്ട് ഹിമാലയത്തിൻ്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് അവ നിക്ഷേപിക്കപ്പെട്ടത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായാണ് ഈ സമതലം രൂപപ്പെട്ടത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഈ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ അടിഞ്ഞുണ്ടായതാണ് ഈ പ്രദേശം. ഇവിടുത്തെ എക്കൽ നിക്ഷേപത്തിൻ്റെ കനം ഏകദേശം 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഒരു രേഖാചിത്രം ഫിഗർ 2.3 നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അതിൽ നമ്മൾ ഹിമാലയത്തിൻ്റെ ഹൈ റേഞ്ചിൽ വരുന്നത് ഒന്ന് ഹിമാദ്രി, അതിൻ്റെ ഈസ്റ്റേൺ സൈഡിൽ ടിബറ്റൻ പ്ലാറ്റ്യൂ, ഇന്ത്യൻ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്, അതിൻ്റെ ഡിപ്പോസിറ്റ് വരുന്നത് ഇൻഡോ ഗാർജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. അപ്പോൾ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്നീ പർവ്വതനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന
അവസാദങ്ങൾ, നദികൾ വഹിച്ചുകൊണ്ടിരുന്ന അവസാദങ്ങൾ അടിഞ്ഞുണ്ടായ പ്രദേശമാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന ഇൻഡോ ഗാർജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ അഥവാ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. അതിന് താഴോട്ട് എൻ്റെ ഒരു സൗത്തിലേക്ക് വരുന്ന ഒരു ഏരിയയാണ് പെനിൻസുലർ പ്ലാറ്റ്യൂ. ഈ ഒരു ഫിഗർ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇത് പരീക്ഷയ്ക്ക് എന്താണ് നിങ്ങൾക്ക് രേഖാചിത്രം തയ്യാറാക്കാനുണ്ടാവും. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഹിമാലയത്തിൻ്റെ ഏറ്റവും നോർത്ത് മൗണ്ടെയിൻ്റെ ഭാഗമായിട്ടുള്ള ഹിമാദ്രി, തൊട്ട് താഴെ ഹിമാചൽ, സിവാലിക്, ഇങ്ങനെ ഹിമാലയത്തിൻ്റെ ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അവിടെ നിന്ന് ഒഴുകി വരുന്ന സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ അടിഞ്ഞുണ്ടായ പ്രദേശമാണ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നതാണ് അല്ലേ, അവസാദങ്ങൾ അടിഞ്ഞുണ്ടായിരിക്കുന്ന പ്രദേശമാണ് ഇൻഡോ ഗാർജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ അഥവാ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. അത്രയാണ് ഒരു ഫിഗറിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഉത്തരേന്ത്യൻ സമുദ്രത്തിൻ്റെ മറ്റൊരു ഫിഗറാണിത്. ഇതിലൂടെ ഒഴുകുന്ന നദികളെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിന്. ഉത്തരേന്ത്യൻ സമുദ്രത്തിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ഒബ്സർവ് ദ മാപ്പ് 2.4 ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ റിവേഴ്സ് ദാറ്റ് ഫ്ലോ ത്രൂ ദ ഇൻഡോ ഗാർജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. അതിൽ 2-3 നദികളെ പേര് തന്നിട്ടുണ്ട്. ഗംഗ, യമുന, ബദ്വ, സിന്ധ്, കാളി, ഗാഗ്ര, ഗോമതി, സോൺ, കെൻ, ഗണ്ഡക്, ടീസ്ത, മാനസ്. ഇതൊക്കെ പിന്നെ ഉത്തരേന്ത്യൻ സമുദ്രത്തിലൂടെ ഒഴുകുന്ന നദികളാണ്. ഗംഗ, യമുന, ബദ്വ, കാളി, ഗാഗ്ര, ഗോമതി, സോൺ, കെൻ, ഗണ്ഡക് എന്നീ നദികളൊക്കെ ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമുദ്രത്തിലൂടെ ഒഴുകുന്നതാണ്. അതുപോലെ തന്നെ ടീസ്ത, മാനസ്, ലോഹിത്, ദിബാങ്, ഈ നദികളൊക്കെ ആ ഫിഗറിൻ്റെ അകത്ത് 2.4 എന്ന ചിത്രത്തിൻ്റെ അകത്ത് അതിലൂടെ ഒഴുകുന്ന നദികളെക്കുറിച്ച് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് നോക്കി ഫില്ല് ചെയ്യുക. The Indo-Gangetic Brahmaputra Plain, extending approximately over 3,200 km from the mouth of the river Indus to the mouth of river Ganga, is one of the largest alluvial plain in the world. സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ ഏകദേശം 3200 മുതൽ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഭൂഭാഗമാണ് ഇൻഡോ ഗാർജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ അഥവാ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ സമതലമാണ്. The Indo-Gangetic Brahmaputra Plain spread over around 2,400 km in India. The plain widens from east to west, with the width varying between 150 km and 300 km. This plain is bordered by the Shivalik ranges in the north and irregular agencies from the Peninsular Plateau north and south. ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ ഈ സമതലം ഇന്ത്യയിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇതിൽ കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് വിശാലമാകുന്ന ഈ സമതലത്തിൻ്റെ ശരാശരി വീതി 150 to 300 കിലോമീറ്ററാണ്. 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ്. ഈ സമതലത്തിൻ്റെ അതിരുകൾ സിവാലിക് പർവ്വതനിരയും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അതിരുകളുമാണ്. The plain covers an area of approximately 7 lakh square kilometers. Features such as the fertile soil, adequate water supply, favorable climate, and flat topography make these regions suitable for agriculture. ഈ സമുദ്രത്തിൻ്റെ വിസ്തീർണം ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഉത്തരമഹാസമുദ്രത്തിൻ്റെ സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമുദ്രത്തിൻ്റെ മൊത്തം വിസ്തീർണമാണ് ഏകദേശം 7 lakh സെൻറ്റിമീറ്റർ സ്ക്വയർ, 7 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. വളക്കൂറുള്ള മണ്ണ്, മതിയായ ജലലഭ്യത, അനുകൂലമായ കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി, ഇതൊക്കെ ഈ സവിശേഷതകളൊക്കെ ഈ പ്രദേശത്തെ കൃഷിക്ക് ഏറെ അനുയോജ്യമാക്കി മാറ്റുന്നുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്ന, ഇന്ത്യയുടെ ധാന്യപുരം എന്നറിയപ്പെടുന്ന ഒരു ഏരിയയാണ് ശരിക്കും ഉത്തരമഹാസമുദ്രം അഥവാ സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം. Geographically, these plains can be considered a single physiographic unit. However, based on the river system, direction of flow of the rivers and topographical features,
The plain can be divided into 4 regional divisions. ഭൂമിശാസ്ത്രപരമായ ഒറ്റ ഭൂപ്രകൃതി വിഭാഗമായി ഇതിനെ പരിഗണിക്കാമെങ്കിലും നദീവ്യവസ്ഥ, നദികളുടെ ഒഴുക്കിൻ്റെ ദിശ, ഭൂപ്രകൃതിയുടെ സവിശേഷത എന്നിവയെ അടിസ്ഥാനമാക്കി അതിവിസ്തൃതമായ ഈ സമതലത്തെ 4 പ്രാദേശിക വിഭാഗങ്ങളാക്കി തിരിക്കാം. ആ 4 പ്രാദേശിക വിഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ടതിന് ശേഷം ക്ലാസ് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് തന്നെ, അടുത്ത ദിവസം തന്നെ രണ്ടാമത്തെ പാർട്ട്, ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.